ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വുഡൻ ക്രോസ് ബോ ആണ്. ഇത് ഏകദേശം ഒരു 6 ആരോസ് ആണ് ഇതിൻ്റെ അകത്ത് കൊള്ളുന്നത്. മീൻസ് ഒറ്റ ഫയറിൽ 6 റൗണ്ട് ആരോസ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മുഴുവനും വുഡാണ്. പിന്നെ പമ്പ് ആക്ഷൻ, ഈ ഒരു ആക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്, പമ്പ് ആക്ഷൻ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് ഞാൻ പറയാം. ഇവിടെയാണ് ആരോസ് റീലോഡ് ചെയ്യുന്നത്. ഇപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പമ്പ് ആക്ഷൻ രീതിയിൽ റീലോഡ് ചെയ്തിട്ട് ഫയർ ചെയ്യുന്ന ടൈപ്പാണിത്. ഓക്കെ, ദെൻ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ പവർ ഉണ്ട്. ദേഹത്തൊക്കെ കൊള്ളുകയാണെങ്കിൽ നല്ല ഡാമേജ്, നല്ലപോലെ പവർ ഉണ്ട് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ മെക്കാനിസം ഞാൻ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരെണ്ണം കണ്ടായിരുന്നു. ഇത് സിമിലർ ആയിട്ടുള്ള ഒരു മോഡല്, പക്ഷെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതായിരുന്നില്ല, അത് മേടിച്ച ഒരു മോഡലാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത്. എങ്കിലും അതിനകത്ത് ലിവർ ആക്ഷൻ ആണ്. അതായത് ഇവിടെ നിന്നൊരു ലിവർ വരും, അത് വെച്ചിട്ടാണ് റീലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് പമ്പ് ആക്ഷൻ ടൈപ്പാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിങ്ങിലോട്ട് വരാം. വർക്കിംഗ് പറയുന്നതിന് മുന്നേ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആരോ ഇത് 18 സെന്റിമീറ്റർ ആണ്. ഏകദേശം 180 mm ലെങ്ത് വരുന്നതാണ്. ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ലെങ്ത് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ടിപ്പായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൂ ആണ്. സ്ക്രൂ ഇവിടെ ഫ്രണ്ട് വശം പോയിന്റിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഉള്ളത് ഇതിന്റെ ബാക്കിലോട്ട് മുഴുവൻ വുഡാണ്. പിന്നെ ആൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയി, എല്ലാ ആരും ഒന്നും സ്ട്രെയിറ്റ് അല്ല, സ്ട്രെയിറ്റ് ആവണമെന്നില്ല. സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ട്രജറ്ററി ഒക്കെ ഓക്കെ ആയിരുന്നേനെ. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു ആരോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ചിലപ്പം ടർബുലൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ടർബുലൻസ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ബാക്കിലോട്ട് വരുമ്പോഴും ഉണ്ട്. അപ്പം ഫ്ലൈറ്റ് ടൈമിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനാണ് ബാക്കിൽ ഇത് കൊടുത്തിരിക്കുന്നത്, ഈ കർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്. മാത്രമല്ല ഇത് ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ഗ്രാം മാത്രമേ ഉള്ളൂ വെയിറ്റ്. അധികം വെയിറ്റ് ഒന്നും തോന്നുന്നില്ല. ആകെ ഈ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ വെയിറ്റ് ഉള്ള. പിന്നെ ബാക്കി എല്ലാം വുഡാണ്, ഒട്ടും വെയിറ്റ് ഇല്ല. മാത്രമല്ല പ്ലാസ്റ്റിക്കാ ഫുള്ളും കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും, പ്ലാസ്റ്റിക് കൊണ്ട് ടേപ്പ് കൊണ്ട് കവർ ചെയ്തിരിക്കുക. പിന്നീട് ഇതിന്റെ വർക്കിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ട്രിഗർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഒന്ന് ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു കേബിൾ ടൈയും റബ്ബർ ബാൻഡും ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു മെറ്റൽ ഫ്രെയിം യൂസ് ചെയ്യാനായിരുന്നു ആദ്യം ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചത്. അപ്പം മെറ്റൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം അത് മെഷീനിങ് ഒക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇതാകുമ്പോൾ വുഡ് ആകുമ്പോൾ ഇവിടെ നമുക്കൊന്ന് ഡ്രില്ല് ചെയ്ത് ഈ 2 എൻഡും ഡ്രില്ല് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. ഇൻ കേസ് ഈ റബ്ബർ ബാൻഡ് പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഇവിടെ നിന്ന് കേബിൾ ടൈ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് പുതിയ റബ്ബർ ബാൻഡ് ഇടാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് ഇച്ചിരി പവർ കൂട്ടണമെങ്കിൽ പവർ കൂട്ടാം. മെറ്റലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു പവർ മാത്രം, ഇതിന് എത്രയാണ് മാക്സിമം പവറുള്ള, അതിനപ്പുറം കൂട്ടാൻ പറ്റത്തില്ല. ഈ ഒരു കേസിൽ അത് കൂട്ടാൻ പറ്റും. ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഒന്ന് റബ്ബർ വെച്ച് കൊടുക്കണം. അതായത് ഈ ഇപ്പൊ ഞാൻ ട്രിഗറിന്റെ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ആരും ഒന്നും ലോഡ് ചെയ്തിട്ടില്ല, എങ്കിലും കാണാൻ പറ്റും. ഇത് ഇവിടെയാണ് ലോക്ക് ചെയ്യുന്നത്, ഈ ഒരു പോർഷനിലാണ് ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടേക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കുക. കാരണം നമ്മളിപ്പോൾ ഈ ഒരു റബ്ബർ ഒന്ന് കൊടുക്കുന്നതിൻ്റെ കാര്യം ഇത് റിട്ടേൺ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിഗർ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആരോ റീലോഡ് ചെയ്യുന്ന ഒരു പോർഷനാണ്. ഇതാണ് ആരോ റീലോഡ് ചെയ്യുന്നത്, മാഗസീൻ എന്ന് പറയും ഈ ഒരു പോർഷനെ. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള സ്പേസ് കാണാൻ പറ്റും. ഈ ഒരു സ്പേസിലേക്ക് ആരോ വെച്ച് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആരോ. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്, ഈ വുഡിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും. ഇപ്പം കാണാൻ പറ്റും സ്ട്രെയിറ്റ് ആയിട്ട് അകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു എണ്ണം ലോക്ക് ചെയ്യും. അന്നേരം ആരോ ഇവിടെ വന്ന് നിൽക്കും. പിന്നെ ഈ ഒരു കേബിൾ ടൈ ആരോയുടെ താഴെ ആയിരിക്കും. ഓരോരോ
ആരോ ഇങ്ങനെ ഫയർ ചെയ്ത് കഴിയുന്നതോറും ഈ കേബിൾ ടൈ താഴെ തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ലോക്ക് ചെയ്യുമ്പോൾ ആരോ മുകളിലോട്ട് പൊങ്ങും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഇനി ഇതാണ് പമ്പ് ആക്ഷൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഹാൻഡിൽ. അപ്പം ഈ ഒരു ഹാൻഡിൽ ഇങ്ങോട്ട് പോവാം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫയറിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സംഭവം. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആരോ പോയത് കാണാൻ പറ്റും. നല്ല രീതിയിൽ പവറുണ്ട്. ഇതൊക്കെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഡെഡ്ലി ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സ്ലോട്ട്. ഈ ഒരു പമ്പ് ആക്ഷൻ്റെ ഈ ഒരു ഹാൻഡിലുണ്ടല്ലോ, ഹാൻഡിൽ ഈ ഒരു സ്ലോട്ടിനകത്തൂടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 3D മോഡൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കും. പിന്നെ ആരോയുടെയും പിന്നെ മുഴുവൻ ബോഡിയും ഞാൻ 3D മോഡൽ കാണിച്ചു തരാം. അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പവർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഇതാ അപ്പം ഞാൻ ഒന്ന് ഫയർ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഏകദേശമല്ല, ഈ ആരോയുടെ പകുതി കൂടുതൽ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. കാരണം അത്രയും പവർഫുള്ളാണ്. ഇതിപ്പോൾ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അകത്തോട്ട് തുളച്ച് കയറും. കാരണം ഇത്രയും പവർ, ഇത്രയും തിക്നെസ് ഉള്ള ഒരു കാർഡ്ബോർഡാണ് ഇപ്പം തുളഞ്ഞ് പോയത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലുള്ള സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പം ബൈ.